ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗായ്സ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടറിയാം, നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലത്താണ്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ മൂന്നാർ സൂര്യനെല്ലി പാപ്പാത്തിച്ചോല എന്ന് പറയുന്ന ഒരു ഉള്ള ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല കാറ്റാണ്. ഇതേ കാണുന്ന ഒരു ഫോട്ടോ പോയിൻ്റ് ആട്ടോ ഗൈസ്. ഒരുപാട് പേര് വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകണം. പക്ഷേ ഒരുപാട് പേർക്ക് അറിയത്തില്ല ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ, അതായത് സൂര്യനെല്ലിയൊക്കെ വന്ന് റൂംസ് എടുക്കുന്നതുമായിട്ടുള്ള ടൂറിസ്റ്റുകളൊക്കെ വന്ന് താമസിക്കുന്ന ഫോട്ടോ എടുക്കുന്നൊക്കെ ആയിട്ട് വരാനുള്ളൊരു സ്ഥലമാണിത്. അവിടെ നമുക്കിതിൻ്റെ അടുത്തായിട്ട്, അതായത് ഇതേ ഭാഗത്തായിട്ട് ഇതിൽ കൂടെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇതേ കാണുന്ന കേട്ടോ കൊളുക്കുമല, അതേ മൂടി പോയിരുന്ന സ്ഥലമാണ് കൊളുക്കുമല എന്ന് പറയുന്നത്. ഈ വഴി ഓഫ് റോഡ് വഴിക്ക് കൊളുക്കുമല കയറി പോകാവുന്നതാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റത്തില്ല. നടന്നു പോകേണ്ടവർക്കൊക്കെ ഇവിടെ പരിചയക്കാരെ കൊണ്ടേ പോകാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. അതേ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ആ വെള്ളച്ചാട്ടത്തിലൊന്ന് പോകണം, അടിപൊളിയാണ് എന്ന് പറയുന്നത്. ഒരുപാട് ഫേമസ് അല്ല, പക്ഷേ കാണാൻ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. സോ ഏതായാലും നമുക്ക് അവിടെ വരെ പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കുറേ വഴികളുണ്ട്, വീടിൻ്റെ ഇടയ്ക്ക് കൂടെ എല്ലാം പോകാൻ പറ്റും. പക്ഷേ ഇത് കൂടെ ഒരു വഴിയുണ്ട്, ആ വഴി നമുക്ക് പോകാം. ഇപ്പോൾ മഴ പെയ്ത് ഇന്നത്തെ ദിവസം മൂന്നാറിൽ മണ്ണൊക്കെ ഇടിഞ്ഞ് മൊത്തം പ്രശ്നമായി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും മൂന്നാർ വിട്ട് പോകാൻ പറ്റുന്നില്ല. മൂന്നാർ വിട്ട് നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. സോ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, അവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇതാണ് പാപ്പാത്തിച്ചോല എന്ന് പറയുന്ന സ്ഥലം. വേറെ വലിയൊരു സ്ഥലമൊന്നുമില്ല, ചെറിയൊരു അമ്പലമുണ്ട്, ചെറിയൊരു പള്ളിയുണ്ട്, ഒരു റിസോർട്ട് വരുന്നുണ്ട്, ടീ ട്രീ മൂന്നാർ എന്ന് പറഞ്ഞ റിസോർട്ട് വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ടെല്ലാം ക്യാമ്പയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടോ അങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ വഴി പോയി നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ട് തന്നെയുള്ളൂ പോകാനായിട്ട്. സോ ഏതായാലും പോയി നോക്കാം, എക്സ്പ്ലോർ ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ ആ കാണുന്ന വഴി ഇങ്ങോട്ട് നടന്നു വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ അടച്ചു വെച്ചൊക്കെയാണ് ആൾക്കാർ പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് മൃഗങ്ങളുള്ളൊരു സ്ഥലം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചെന്നായ ഒരു ദിവസം രാവിലെ ഞാനാണെങ്കിൽ, ഞാൻ താമസിക്കുന്നത് എവിടെയാണ്, ഞാനപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഒരു ആവശ്യമായിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട എവിടെ പിടിക്കും പണ്ടാരം, കണ്ണാടി വെക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ണാടി വെച്ച് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട്, അപ്പോൾ കൊണ്ട് കണ്ണാടി വെച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ എല്ലാവരും ഒരു ദിവസം കൊളുക്കുമല രാവിലെ ഇത് കൂടെ തെളിയുന്ന ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ, ഗോപ്രോയിലില്ല, വൈഡല്ലേ. അപ്പോൾ ഒരു ദിവസം രാവിലെ ഉണ്ടല്ലോ ഞാൻ ആലോചിച്ചു രാവിലെ കൊളുക്കുമല ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പോകാം. സാധാരണ 4 മണിയാകുമ്പോൾ ഒന്നും എഴുന്നേക്കുന്നതല്ല, പക്ഷേ ട്രിപ്പ് അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങ് എഴുന്നേക്കും. അല്ലെങ്കിൽ 10 മണിയാവും എഴുന്നേൽക്കുമ്പോൾ, ഒരു സംശയമില്ല ഗൈസ്. അപ്പോൾ 4 മണിയാകുമ്പോൾ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ചെന്നായ ശല്യം ഉണ്ട്. നമ്മുടെ പട്ടിയല്ല, ചെന്നായ എന്ന് പറയുന്ന സാധനമില്ലേ, ചെന്നായ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ ശല്യമുണ്ട്. സോ അതുകൊണ്ട് എന്നോട് പോകണ്ടെന്ന് ഇവരൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് പോയില്ല. കാരണം പട്ടിയൊക്കെയാണ് ഇപ്പോൾ പട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഓടിക്കാം. പക്ഷേ ഈ പറയുന്ന ചെന്നായാണ് നമ്മളങ്ങനെ ഓടിച്ച് നടക്കില്ല. ഇത് നമ്മളെ വട്ടോട്ട് പിടിച്ച് ആകെ കടിച്ച് പൊതറി നശിപ്പിച്ച് കളയും നമ്മളെ. പിന്നെ ഒന്നും കിട്ടത്തില്ല, അതുകൊണ്ട് പിന്നെ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ശ്രമിച്ചില്ല. ഏതായാലും ഈ കാണുന്ന വഴി വേണം നമുക്ക് പോകാനായിട്ട്. ഇത് നോക്കിക്കേ, ഭയങ്കര രസമായിട്ട് ഇവിടെ നിന്ന് കാണാനായിട്ട്, അതിമനോഹരമാണ്. അതിങ്ങോട്ട് നോക്കി മഞ്ഞ് ഇങ്ങനെ പാറി പറഞ്ഞ് എപ്പോഴും ഇവിടെ മഞ്ഞായിരിക്കും കേട്ടോ. എപ്പോഴും മഞ്ഞെന്ന് പറഞ്ഞാൽ 2 വഴിയുണ്ട്, ഇതിൽ ഏത് വഴിയാണെന്ന് അറിയത്തില്ല. എപ്പോഴും മഞ്ഞായിരിക്കും ഇവിടെ കാണാൻ കേട്ടോ. മഞ്ഞ് തന്നെ മഞ്ഞ്. ഇന്നാണ് ഇവിടെ ഒരു നന്നായിട്ട് മഴ പെയ്ത്, ഇന്നലെ മഴ. അപ്പോൾ നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന ദിവസം എന്ന് പറയുന്നത് 29 അല്ല 30-ാം തീയതി കേട്ടോ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. 30, 31, നാളെ 31-ാം തീയതിയാണ്. ഏതായാലും ഈ വഴി നമുക്ക് പോകാം. ഏകദേശം മൂന്നാറിലെ വീഡിയോസൊക്കെ കഴിയുന്നതാണ് ഗൈസ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ പാർട്ട് വീഡിയോസൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാരെയും നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ഈ വീഡിയോയിലൂടെയാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. തണുപ്പുണ്ട് കേട്ടോ ഗൈസ്. കാരണം ഇവിടെ എപ്പോഴും ജാക്കറ്റോ കോട്ടോ എന്തെങ്കിലും സംവിധാനങ്ങൾ എപ്പോഴും വേണം. കോട്ടോ ജാക്കറ്റോ എന്തെങ്കിലും സാധനങ്ങൾ എപ്പോഴും വേണം, അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. ഭയങ്കര തണുപ്പാണ്. മഞ്ഞിൻ്റെ ഉള്ളിലേക്ക് കാര്യം പറഞ്ഞാണല്ലോ. ഈ സൂര്യനെല്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂര്യനെല്ലി എന്ന് പറയുന്ന സ്ഥലം ഇഷ്ടപ്പെട്ടു. നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന സൂര്യനെല്ലിയിൽ ഏറ്റവും കൂടുതൽ കാണാനുള്ള സംവിധാനം എന്നാന്ന് വെച്ചാൽ കൊളുക്കുമല കാണാനുള്ളതാണ്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊളുക്കുമലയാണ് മെയിനായിട്ട് ഇവിടെ ആൾക്കാർ വന്നിട്ട് പോകുന്നൊരു സ്ഥലം. പിന്നെ ഇവിടെ ടെൻറ്റ് ക്യാമ്പിങ് ബാക്കി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് പറ്റുമെങ്കിൽ ഞാനൊരു വീഡിയോ ആക്കാൻ പറ്റുമെന്ന് നോക്കാം. കാരണം അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. 1500 രൂപയ്ക്ക് വിത്ത് കൊളുക്കുമല ട്രിപ്പ്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എല്ലാം നിങ്ങൾക്ക് കിട്ടും. അതൊരു പാക്കേജാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനകത്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ ഞാൻ നമ്പർ കൊടുക്കാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്, അവൻ അതൊക്കെ നോക്കി നടത്തുന്നത്. അപ്പോൾ അവൻ്റെയും കൂടെയാണ്. അപ്പോൾ ആ പുള്ളി, നിങ്ങൾ അവനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ചെറുതായിട്ട് ചെന്നായാണ് എന്തോ കുരയ്ക്കുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് തേയില കേട്ടോ, തേയില കണ്ടോ, തേയില നോക്കി. ഇവിടെ വന്നാൽ നമുക്കറിയാമല്ലോ, മൂന്നാർ വന്നു കഴിഞ്ഞാൽ തേയില തന്നെയാണ്. ഈ കാണാനുള്ള പോലെ തേയിലാണ്. ഞാൻ ഏതായാലും ഒരു കുട എടുത്തിട്ടുണ്ട്. ഈ കുട എൻ്റെ കോട്ടിൻ്റെ കളർ ഏകദേശം ഒരുപോലെയാണ്. കുട എടുത്തിട്ടുണ്ട്.
കൊളുക്കുമല മേളിലോട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കൊളുക്കുമല പോകണം എന്നുള്ളത്. പക്ഷേ ഈ പ്രാവശ്യത്ത് നടക്കില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഒരു ജോലിക്കാരിയൊക്കെ ആണ്, അതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. സോ ഏതായാലും വാട്ടർഫോൾസ്, ചെറുതായിട്ട് വാട്ടർഫോൾസിലേക്കുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പോയി നോക്കാം. എന്നോട് പ്രത്യേകം പറഞ്ഞു അട്ടയുണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എന്താ വെച്ചാൽ അട്ട കയറി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം ഈ ചൂടുള്ളിടത്തേക്ക്, ഇവിടെ മൊത്തം തണുപ്പല്ലേ, ചൂടുള്ളിടത്തേക്ക് അട്ട പെട്ടെന്ന് ആകർഷിക്കും. ഇത് തേയില നോക്കിക്കേ, കണ്ടോ നല്ല കതിരായിട്ടുള്ള തേയില നോക്കി. ഇതിങ്ങനെ ഇവർ കട്ട് ചെയ്യും. ഏകദേശം ഞാൻ അന്വേഷിച്ചിട്ടുണ്ടല്ലോ, ഏകദേശം ഒരു 30 രൂപ എങ്ങാണ്ട്, അല്ല 30 കിലോ എങ്ങാണ്ട് ഒരു ദിവസം ഇവർക്ക് പറിച്ചാലാണ് 300 രൂപ എങ്ങാണ്ട് കിട്ടത്തുള്ളൂ. അത്രയാണോടെ 300 രൂപ എങ്ങാണ്ട് കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ കുറേ ജനജീവിതങ്ങൾ ഇവിടെ ഉണ്ട്. ഭയങ്കര വ്യത്യാസമുണ്ട് നമ്മുടെ ഒരു വേറെ ലൈഫിൽ. ഇടുക്കിയിൽ ഇങ്ങനത്തെ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊരു കാണാൻ വേണ്ടി മാത്രം, ഇതിൻ്റെ പുറകിലൊരു ഹിസ്റ്ററി തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഒത്തിരി ഇതിനെപ്പറ്റി നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞു. കാരണം എനിക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിലും ഹിസ്റ്ററി എന്ന് പറയുന്നൊരു സെറ്റപ്പില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കാനൊക്കെ. അപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ ഇവിടുത്തെ ആൾക്കാരെ പറ്റി ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. കാരണം വെച്ചാൽ ഇവരിപ്പോഴും ഈ പറഞ്ഞ പോലെ ഇവരുടെ കൃഷി അല്ലെങ്കിൽ ഇവരുടെ സാമ്പത്തിക രീതി എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോഴും ഈ ഓരോ ഫാക്ടറി, ടാറ്റ അല്ലെങ്കിൽ മറ്റേ അങ്ങനത്തെ ഓരോ ഫാക്ടറികളുടെ അടിമത്തത്തിലാണ് സത്യം പറഞ്ഞത്. 300 രൂപ കൂലിയുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഒരു നൈറ്റ് ലൈഫോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർക്ക്. കറണ്ട് ഇപ്പോൾ ഒരാഴ്ചയായി കറണ്ട് പോയിട്ട്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കറണ്ടിന് വേറെ വിഷയമില്ല. പക്ഷേ ഒരാഴ്ചയൊക്കെ കറണ്ട് പോയിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെയാണ് KSEB കത്തിക്കും പോയി, അത് ഓഫീസ് കത്തിക്കും. അപ്പോൾ അതുപോലെ വിഷയമുണ്ട്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് അതൊന്നും വേണ്ട. ഇവിടുത്തെ ആൾക്കാർ രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്കും ഒരു 9 മണിയാകുമ്പോഴത്തേക്കും ഇവർ നേരെ ചോറും വെള്ളമൊക്കെ ആയിട്ടൊരു കുടുക്കയൊക്കെ ആയിട്ട് ഇവരിങ്ങനെ പോകുന്നു. ശേഷം അവർ അവിടെ ചെന്ന് ഈ തേയിലയെല്ലാം നുള്ളി പറിച്ച് കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് ഇവർ നേരെ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് പണിയൊക്കെ കഴിഞ്ഞ് ഇവരുടെ തേയിലയെല്ലാം അവരെ തൂക്കി അവരുടെ വണ്ടിക്കകത്തേക്ക് കയറ്റി ഇവർ നേരെ ഇത് കൊണ്ടായി കഴിഞ്ഞിട്ട് ഇവർ നേരെ നടന്ന് തിരിച്ചു വീട്ടിൽ വന്ന് കുളിക്കുന്നുണ്ടെങ്കിൽ കുളിച്ച് അല്ലെങ്കിൽ ആഹാരം കഴിച്ചിട്ട് നേരെ പുതപ്പിൻ്റെ അടി കയറി കിടന്ന് ഉറങ്ങുക. പിറ്റേ ദിവസം രാവിലെ എണീക്കുന്നു. ഇത് തന്നെ പരിപാടി. ഇവർക്ക് പുറലോകത്തിൽ എന്നെ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും പറ്റി ഒരുപാട് അറിവ് കാര്യം. പക്ഷേ ഇവിടുത്തെ ന്യൂ ജനറേഷൻ, അതായത് പുതിയ ജനറേഷനിലുള്ള ആൾക്കാർക്ക് കുറച്ച് ഐഡിയകളുണ്ട്. അവർ കൂടുതൽ തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ കൂടുതൽ പോകുന്നുണ്ട്. കമ്പം, തേനി വിട്ട് ചെന്നൈ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പഠിക്കാനെടുക്കാനൊക്കെ. ഒരു മരമല്ലടാ ഈ ഒടിഞ്ഞിരിക്കുന്നു. പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവർ പോകുന്നുണ്ട്. സോ അവർക്ക് കുറച്ചുകൂടെ മെച്യൂരിറ്റി ഉണ്ട്. പക്ഷേ അവരുടെ സാഹചര്യങ്ങളോട് പിന്നെയും അവരിവിടെ വന്ന് താമസിക്കേണ്ട അവസരം. എഡ്യൂക്കേറ്റഡ് ആണ് ആൾക്കാർ, എന്നാലും അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾസാണ് കൂടുതൽ ഇവിടെ ഉള്ളത് കേട്ടോ ഗൈസ്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ്. ഏറെക്കുറെ നമ്മുടെ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ കണ്ട തേയിലത്തോട്ടത്തിനിടയ്ക്ക് ഇതേ വഴിയാട്ടോ നമ്മൾ നടന്നു വന്നത്. തന്നെ ഉള്ളൂ ഇത് കൂടെ വരാനായിട്ട്. ചെറിയൊരു പേടിയുണ്ട്. ചെന്നായയുടെ കേസ് പറഞ്ഞുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. അല്ലാതെ എനിക്ക് പേടിയൊന്നുമില്ല. പേടി എന്താ, ചെന്നായെല്ലാം വന്ന് ഇത് വെച്ചോണ്ടല്ലോ ഒരൊറ്റ കുത്ത്. അതിനാണ് സത്യം പറഞ്ഞത്. മഴ പിന്നെയും കുഴപ്പമില്ല. ഗോപ്ര വെച്ച ഒറ്റ അടി അവൻ്റെ മോന്തക്കുറ്റിക്കും, പിന്നെ ഇത് വെച്ച ഒരൊറ്റ കുത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളേതായാലും വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ചെറിയൊരു വാട്ടർഫോളാട്ടോ, വലിയൊരു വാട്ടർഫോളല്ല, ചെറിയൊരു വാട്ടർഫോളാണ്. ഈ വാട്ടർഫോൾസിൽ നിന്ന് പോകുന്ന വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ട്. കൊള്ളാലേ, കുഴപ്പമില്ല. ഒരുപാട് കുടയോടെ ഇരിക്കട്ടെ. ഇനി ചെന്നായനൊക്കെ പിന്നെ നോക്കാം. ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ, അതൊരു പ്രത്യേക സംഭവമായിരിക്കും. അയ്യോ ഭയങ്കര തണുപ്പാട്ടോ ഗൈസ്. സത്യം പറഞ്ഞുണ്ടല്ലോ ഇവിടെ ഒരു മഴ വൈബ്. സത്യം പറഞ്ഞുണ്ടോ ഇവിടെ ഒരു ഇതുപോലെയൊക്കെ ആക്കുവാണെങ്കിൽ ഇവിടെ ആൾക്കാർക്ക് വന്ന് ഇങ്ങനെ കിടന്നിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ തണുപ്പത്തെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുമെന്നാണ് എനിക്കറിയില്ലാത്തത്. ഇത് കൂടെ പിന്നെ ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇത് കൂടെ നമുക്ക് പാസ് ചെയ്ത് ബൈക്കിൽ കൊണ്ടുപോകാം കേട്ടോ. ബൈക്കുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓഫ് റോഡ് ഇങ്ങോട്ട് കയറി നമുക്ക് കുറച്ചും കൂടെ മേളിലോട്ട് കയറി നോക്കാം. ഈ കാണുന്ന ഒരു ചെറിയ വാട്ടർഫോൾ ആട്ടോ നമ്മൾ കാണാൻ വേണ്ടി വന്നേ. ഈ കാണാൻ നോക്കിക്കേ, മേളിൽ നിന്ന് ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്നൊരു വാട്ടർഫോൾ. അതൊരു കാടിൻ്റെ നടുക്കാണ് സത്യം പറഞ്ഞാൽ. ആരുമില്ല, ഒന്നുമില്ലാത്ത. അപ്പോൾ നിങ്ങൾ സൂര്യനെല്ലിയൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് ട്രക്കിങ്ങിന് ഇറങ്ങുവാണെങ്കിൽ ഇങ്ങോട്ട് ജസ്റ്റ് ട്രക്ക് ചെയ്തിറങ്ങാം. കാരണം വലിയ കുഴപ്പമില്ലാത്ത വഴിയാണ്. പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൂടെയൊക്കെ പയ്യൊക്കെ ഇറങ്ങി വരാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കല്ലും ഹമ്പും ഒന്നുമില്ല, നോക്കി വരാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ സേഫ്റ്റി നോക്കി നിങ്ങൾ വരിക. ഞാനിപ്പോൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആരും വന്നാലും ഇവിടെ പട്ടിയാണെ പൂച്ചയാണെ കാട്ടുപോത്താണെ എന്താണ് ഞാൻ ഇടിച്ചിട്ട് നശിപ്പിച്ച് അടക്കലാക്കി ഞാൻ എൻ്റെ ജീവനും കൂടി രക്ഷപ്പെടും കേസ്. അങ്ങനെയാണ് സംവിധാനങ്ങൾ. ഏതായാലും നിങ്ങൾ ഈ കുഞ്ഞ് വാട്ടർഫോൾസിൻ്റെ ആണെങ്കിൽ ഒരു ചെറിയ വിഷ്വൽ ഒന്ന് കണ്ടിട്ട് വന്നേ, നോക്കിക്കേ.
മച്ചന്മാരെ, ഇവിടെ ഇത്രയും തേയിലയുടെ അടുത്ത് കിടന്നിട്ട് ഞാൻ നിങ്ങളെ ശരിക്കും ഒന്ന് തേയില എടുത്ത് നുള്ളി കാണിച്ചു തന്നില്ലേ, അത് മോശമല്ലേ ഗൈസ്? ഇതുണ്ടോ ഒരു തേയില കഷ്ണം, ഇതുപോലത്തെ തേയിലകൾ ഇങ്ങനെ നുള്ളിയാണ്. ഭയങ്കര രസമാട്ടോ ഇതിങ്ങനെ. നോക്കി നോക്കി, ഓർമ്മ പഠിക്കാട്ടോ. ഇത് തേയില കേട്ടോ അത്. അയ്യോ വട്ടയാണോടെ, ഇതുവരെ ഇല്ല, വരുന്നെനിക്ക് ഉറപ്പാണ്. നോക്കിക്ക്, കതിര് കണ്ടോ, പൊന്നിൻ കതിര്. പച്ചവരെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ ഒരു ചെറിയ കാഴ്ച കാട്ടാനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. സോ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. കൂടുതൽ അപ്ഡേഷനോട് കൂടി നമ്മുടെ ചാനൽ വലിയൊരു രീതിയിലേക്ക് അത് കിടിലനായിട്ട് നമുക്ക് വളർത്തണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. സോ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. ഓക്കെ, അപ്പോൾ സി യു.